അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പം നമുക്ക് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓരോരോ റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ സീക്വൻസ് ഉണ്ടാക്കുന്നത്. നമുക്ക് അതിൻ്റെ കുറച്ച് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് തരാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ്. ഒരു ഇക്വേഷൻ തന്നിട്ട് നമുക്കതിൻ്റെ ഫോളോയിങ് സീക്വൻസ് വെച്ചിട്ട് nth ടേം തന്നിട്ടുണ്ട്. ഫസ്റ്റ് 5 ടേംസ് കാണണം. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് each of the following sequences whose nth terms are നമുക്ക് ഒരു nth ടേം തന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ 5 ടേംസ് ഫസ്റ്റ് 5 ടേംസ് കാണണം. അപ്പം നമുക്കറിയാലോ എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് an = 3n+2 എന്നാണ്. അപ്പം നമ്മൾ എന്നിന് ഓരോ വാല്യൂ 1 കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടേം കിട്ടും, 2 കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ടേം, അങ്ങനെ നമുക്ക് 5 ടേംസ് വരെ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുകയാണ്. a1 = അപ്പോൾ 3 × 1, കാരണം എന്താണ് എന്നിന് 1 കൊടുക്കാം, +2 ദാറ്റ് ഈസ് = 5. ഇനി a2 = 3 × 2 +2 ദാറ്റ് ഈസ്, കാരണം നമ്മൾ 2 സെക്കൻഡ് ടേമാണ് കാണുന്നത്. അപ്പോൾ എന്നിന് 2 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 × 6 3 × 2 are 6 6 + 2 8 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താണ് കണ്ടത്? a3 ആണ് കണ്ടത്. അതായത് മൂന്നാമത്തെ ടേം 3 × 3 എന്നിന് 3 കൊടുത്തു, 3 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നിട്ട് 3 × 3 are 9 9 + 2 = 11 എന്ന് കിട്ടി. ഇനി a4 = എന്താണ്? 3 × 4 കിട്ടും. 3 × 1 മിനിറ്റ്. അപ്പോൾ ദാറ്റ് ഈസ് 3 × 4 ദാറ്റ് ഈസ് +2 = എന്ത് വരും? 3 × 4 are 12 12 + 2 = 14 വന്നു അല്ലേ. ഇനി നമുക്ക് a5 ആണ് കണ്ടത്. a5 എന്ന് പറഞ്ഞാൽ 3 × 5 +2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 3 × 5 are 15 15 + 2 = 17. അപ്പം നമുക്ക് ആ 5 നമ്പേഴ്സ് എന്തൊക്കെ കിട്ടി? a1, അതായത് a1 a2 a3 അല്ലേ. a1 a2 a3 a4 a5 ഇങ്ങനെ 5 ടേംസ് ആണ്. അതെന്താണ് വരുന്നത്? 5 ടേംസ് ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 5 കിട്ടി, 8 കിട്ടി, 11 14 17 ഇങ്ങനെ ഇത്രയും നമ്പേഴ്സാണ് കിട്ടിയത്. നമുക്കത് എഴുതാം. അപ്പോൾ a1 = 5, a2 എന്ന് പറയുന്നത് എന്താണ്? 8. അതായത് നമുക്ക് മാറ്റി എഴുതാം. അതായത് a1 = 5 and a2 = 8 and a3 = 11 and a4 = 14 and a5 = 17. ഇത്രയും ഫസ്റ്റ് 5 ടേംസ് നമ്മളിങ്ങനെ കണ്ടുപിടിച്ചു. ഇപ്പം മനസ്സിലായല്ലോ. എന്നിന് ഫൈനൽ അതായത് nth ടേംസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ nth ടേമിൽ നമ്മൾ എന്നിന് എത്ര നമ്പേഴ്സ് വേണോ ആ നമ്പേഴ്സിന് n = 1 2 3 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നമ്പേഴ്സ് സീരീസ് കിട്ടും. ഇങ്ങനെയാണ് ഫസ്റ്റ് 5 ടേംസ് കിട്ടിയിരിക്കുന്നത്. ഇനി വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? an = next one an = 3n ആണ്. അപ്പോൾ an = 3n തന്നിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് എന്താണ്? ഒരു മിനിറ്റ്. 3n തന്നിട്ട് അപ്പോൾ നമുക്ക് a1 കാണണം. a1 = എന്താണ്? 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആൻഡ് a2 = എന്താണ്? 3² ദാറ്റ് ഈസ് ഈക്വൽ ടു 9 a3 a2 = 9 ആൻഡ് a3 = എന്ത് വരും? 3³ ദാറ്റ് ഈസ് ഈക്വൽ ടു 27 ആൻഡ് a4 = എന്താണ്?
3 raised to 4 that is equal to 81 and A5 is equal to എന്ത് വരും 3 raised to 5 that is equal to 243. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക A1 is equal to 3 and A2 is equal to 9 and A3 is equal to 27 and A4 is equal to 8 and A5 is equal to 243. ഇങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സ് കാണുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി എന്താണ് നെക്സ്റ്റ് 5 ടേംസ് വിച്ച് ആർ ദ ഫ്ലോയിങ് സീക്വൻസസ്. അപ്പം ഇനി നമുക്ക് കാണാനുള്ളത് ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്മൾ പറയുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ മോഡലിൽ ചെയ്യാത്തത് എന്നിന് ഓരോ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ടേംസ് വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഇനി വേറെ ഒന്നെന്ന് വെച്ചാൽ ഫൈൻഡ് ദ indicated terms in each of the following sequence whose nth terms are. അതായത് ഫൈൻഡ് ദ ഇൻഡിക്കേറ്റഡ് നമുക്ക് പറഞ്ഞ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ടേംസ് കാണണം. പക്ഷേ അവർ എന്തായിട്ടുണ്ട് nth ടേം തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കാണണം. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് AN ഈക്വൽ ടു എന്താണ് 5n-4 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് A12 ആൻഡ് A15 കാണണം. A15 ആൻഡ് A12 നമുക്ക് കാണണം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം A12 ആണ് കണ്ടത്. അപ്പോൾ എന്നിന് 12 കൊടുക്കുക. A12 ഇൻറ്റു 5 ഇൻറ്റു 12 - 4 എന്ന് വരും. A12 അപ്പം എന്താണ് 60 അല്ലേ വരിക 60. ഇപ്പം 12 ഇൻറ്റു 5 ഈക്വൽ ടു 60 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും 56 എന്ന് കിട്ടും അല്ലേ. അപ്പം A12 നമുക്ക് എന്ത് കിട്ടി 56 കിട്ടി. ഇനി നമ്മൾ A5 ആണ് A15 കാണണം. A15 എന്ന് പറയുന്നത് എന്താണ് നമ്മൾ 5 ഇൻറ്റു 15 - 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും. അപ്പം നമുക്ക് കിട്ടുന്നത് 5 ഇൻറ്റു 15 നോക്കുമ്പോൾ എന്താണ് 75 - 4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും 71 കിട്ടും. അപ്പോൾ A15 കാണുമ്പോൾ നമുക്ക് nth ടേം തന്നിട്ട് നമുക്ക് നമ്മളോട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ടേംസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ nth ടേം തന്നു നമ്മളോട് ഫസ്റ്റ് 5 ടേംസ് കാണാൻ പറഞ്ഞാൽ അപ്പം നമ്മൾ ഓരോന്നിനും 1 2 3 എന്ന് പറഞ്ഞിട്ട് എന്നെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാലും കിട്ടും. ഇതാണ് 2 ടൈപ്പ് വാല്യൂസാണ്. 2 ടൈപ്സ് ഇതാണ് ഇക്വേഷൻസ് ആണുള്ളത്. ഈ ഒരു ടൈപ്പാണ് ഈ എക്സസൈസിൽ നിന്ന് വരുന്നത്. ഇനി നമുക്ക് ഫൈൻഡ് ദ നെക്സ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് സീക്വൻസസ് ഗിവൺ ബൈ. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ് ഫൈൻഡ് ദ നെക്സ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ following sequence given by എന്താണ് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A1 is equal to 1 ആണെന്ന് തന്നിട്ടുണ്ട്. AN is equal to എന്താണ് AN plus 1 AN is equal to AN minus 1 AN minus 1 plus 2 and n greater than or equal to 2 ആണ്. അപ്പോൾ A1 എന്ന് പറയുന്നത് 1 ആണെന്ന് തന്നിട്ടുണ്ട്. കാരണം എന്താണ് A1 minus 1 is equal to 0 ആണ് പ്ലസ് 2 ആണ്. നമ്മളോട് പറഞ്ഞത് ഫൈൻഡ് ദ നെക്സ്റ്റ് 5 ടേംസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് 5 ടേംസ് എന്ന് പറയുമ്പോൾ A1 ഓൾറെഡി തന്നു. ഇനി നമ്മൾ A2 കാണണം അല്ലേ. A2 ഈക്വൽ ടു എന്ത് വരും A2 minus 1 plus 2 എന്ന് വരും അല്ലേ. A2 minus 1 plus 2 എന്ന് വരും. അപ്പം A2 ഈക്വൽ ടു
അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? A2 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്? A1 വരും. A1 + 2 എന്ന് വരും. A1 ഓൾറെഡി തന്നിട്ടുണ്ട് എന്തെന്ന്? 1 ആണെന്ന്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 3 എന്ന് എഴുതാം. അപ്പോൾ A2 എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. അതേപോലെ തന്നെ നമുക്ക് എന്താണ്? A3 കാണണം അല്ലേ? A3 ഈസ് ഈക്വൽ ടു എന്താണ്? A3 എന്ന് പറഞ്ഞാൽ എന്താണ്? A2 - 1 A3 - 1 എന്നിന് 3 കൊടുക്കുക. A3 - 1 + 2 A3 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്? A2 ആണ്. A2 + 2 A2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി നമുക്ക് 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 3 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. ഇനി നമുക്ക് A2 കണ്ടു, A3 കണ്ടു, 5 ടേംസ് ആണ് കണ്ടത്. അപ്പം നമുക്ക് അടുത്തത് A4 ആണ്. A4 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഈ വാല്യൂയിൽ കൊടുക്കുക. n -1 അല്ലേ? അപ്പോൾ A4 ഈസ് ഈക്വൽ ടു എന്ത് വരും? A4 - 1 + 2 എന്ന് വരും അല്ലേ? അപ്പോൾ +2. അപ്പോൾ A4 എന്ന് പറഞ്ഞാൽ -1 എന്ന് പറഞ്ഞാൽ A3 ആണ്. A3 + 2 ദാറ്റ് ഈസ് A3 എന്ന് പറഞ്ഞാൽ ഓൾറെഡി തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് നമുക്ക് 5 എന്ന്. 5 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് A5 ആണ്. A5 ഈസ് ഈക്വൽ ടു എന്താണ്? A5 - 1 + 2 A5 - 1 എന്ന് പറഞ്ഞാൽ A4 + 2 ദാറ്റ് ഈസ് A4 എന്താണ് കിട്ടിയിട്ടുണ്ട്? 7 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. A7 എന്ത് കിട്ടി? 9 എന്ന് കിട്ടി. ഇനി അടുത്ത നമുക്കിപ്പോൾ എത്ര ടേംസ് കിട്ടി? 1 2 3 4. ഇനി ഒരു ടേമും കൂടെ കാണണം, അതായത് A6 കൂടെ കാണാം. അപ്പോൾ A6 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? A6 - 1 അല്ലേ? A6 - 1 + 2 ദാറ്റ് ഈസ് A6 - 1 എന്ന് പറഞ്ഞാൽ A5 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു A5 ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 9 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 11 കിട്ടി. അപ്പം നമുക്ക് A1 തന്നു, nth ടേമും തന്നു. A1 ഈക്വൽ ടു സംതിങ് ഒരു നമ്പർ തന്നു, എന്നിട്ട് നമ്മൾ nth ടേമും തന്നു. എന്നിട്ട് നമ്മളോട് പറയുകയാണ് അടുത്ത നെക്സ്റ്റ് 5 ടേംസ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? A1 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A1 എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടില്ല. A1ൻ്റെ സ്ഥാനത്ത് നമ്പർ കൊടുത്തു, നമ്മൾ ആഡ് ചെയ്ത് പിന്നെ A2ൻ്റെ കിട്ടി, A3 കിട്ടി, നമ്മളങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടി. അപ്പം ഇതാണ് വേറൊരു മോഡലുള്ള ക്വസ്റ്റ്യൻസ്. ഈ ടൈപ്പ് മോഡലാണ് നമ്മൾ ആദ്യത്തെ സീക്വൻസ് പഠിച്ചതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ AP നെ കുറിച്ചിട്ട് ഉള്ളത് പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.